നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇതുപോലത്തെ കുറേ വീഡിയോസ്? ഡോണ്ട് ഡ്രോപ്പ് ഔട്ട് ഓഫ് കോളേജ്, യു വോണ്ട് ഗെറ്റ് എ ജോബ്. ഹൂ നീഡ്സ് എ ജോബ്? ലൈഫ് തന്നെ ഒരു ഗ്ലാമർ ലൈഫാണ്. ഇതൊക്കെയാണ് ഹീറോയിസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറേ റീൽസ് പഠിച്ചിട്ടൊക്കെ ഇപ്പോൾ എന്തിനാ, പഠിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കോളേജ് ഡ്രോപ്പ് ഔട്ടിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന കുറേ മോട്ടിവേഷൻ അല്ല ഡീമോട്ടിവേഷൻ റീൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. വളരെ സ്നേഹത്തോടു കൂടി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നൊക്കെ വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ജോലി കിട്ടൽ മാത്രമാണ് ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് എയിമെന്ന് ആരാണ് നമ്മളോട് ആക്ച്വലി പറഞ്ഞത്? മേ ബി ഈ ടെക്സ്റ്റ് ബുക്കിനുള്ളിലൊക്കെ കാണാതെ പഠിക്കലാണ്, കുറേ ഇൻഫർമേഷനും നോളജും കിട്ടലാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ഫോർ നോളജ് ഓർ ഇൻഫർമേഷൻ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പീപ്പിൾ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എക്സ്പോഷർ, ടീം വർക്ക്, ഫ്രണ്ട്ഷിപ്പ്, ലൈഫ് സ്കിൽസ്. നമ്മളറിയാതെ നമുക്ക് നമ്മളെ തന്നെ സ്വയം കണ്ടെത്താനുള്ളൊരു വേദിയാണ് ആക്ച്വലി വിദ്യാഭ്യാസം, സ്കൂൾ, കോളേജ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടല്ലേ ബെർണാഡ് ഷാ പറഞ്ഞത് ഒരു കൊച്ചു കാട്ടാളനെ ഒന്നാന്തരം മനുഷ്യനാക്കി മാറ്റുന്ന, സിറ്റിസണാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ അടുത്ത ഒരു കുട്ടിയെ കണ്ടപ്പോൾ അവൻ പറയാം, സാറേ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പഠിച്ചോളൊന്നും ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല, പഠിക്കാത്തോലാണ് ഫുള്ള് പൈസക്കാരൊക്കെ ആയിട്ടുള്ളത്. ഞാൻ എന്നോട് ചോദിച്ചാൽ നിനക്ക് എന്താവാൻ ആഗ്രഹം? എനിക്കൊരു ഇൻഫ്ലുവൻസർ ആവണം, ഒരു യൂട്യൂബറൊക്കെ ആവണം എന്നാണ് ആഗ്രഹം എന്നുള്ളത്. ആക്ച്വലി പഠിക്കാത്തവരാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതിന് എന്തെങ്കിലും റിസർച്ചോ പഠനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്ന കുറേ സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. എത്ര മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നറിയാം ആയ കാലത്ത് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്ന് ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ. ശരിയാ, കുറച്ച് ആൾക്കാരൊക്കെ പഠിത്തമൊക്കെ ഡ്രോപ്പ് ചെയ്ത് റീൽസും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഇൻഫ്ലുവൻസേഴ്സായിട്ടും ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ കണ്ടിട്ട് പഠിത്തം നിർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും ആവാതെ പോയ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. അവരെ പറ്റിയായിട്ട് ആരും പറയാറില്ല. ഇപ്പോഴേ നമുക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പഠനത്തിൻ്റെ കൂടെ നമ്മൾ ബിസിനസ് ചെയ്യാം, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം, പാഷൻ്റെ പിന്നാലൊക്കെ പോകാം. പക്ഷെ അത് പഠനം ഒഴിവാക്കിക്കൊണ്ടാവരുത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പഠിക്കുന്നത് പൈസ ഉണ്ടാക്കാനും ജോലിക്കും വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് ആദ്യം ഒഴിവാക്കുക. പകരം നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.